കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ MLA ആയിട്ട് നടക്കുന്നുണ്ട്. കൊല്ലമാണ് സ്വദേശം. കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. ബലാത്സംഗ കേസാണ്. ഇന്ന് വരെ ഒരു നടപടി ആ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ CPM അല്ല, കോൺഗ്രസ് ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെയാണ് പാർട്ടിയിൽ നിന്നും ഒരു MLA ആണ് പുറത്താക്കിയിരിക്കുന്നത്. ഇത്രയും മാതൃകാപരമായി നടപടിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലില്ല. ആരോപണം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പിന്നെ ആരോപണം കുറച്ചും കൂടി കടുപ്പിച്ചപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിയമപരമായ വേദിയിൽ പരാതി വന്നപ്പോൾ ഒട്ടും ആലോചിക്കാതെ 24 മണിക്കൂറിനകം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇങ്ങനൊരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഏതാണുള്ളത്? അപ്പോൾ തികച്ചും വളരെ മാതൃകാപരമായൊരു നടപടിയാണ് ആരോപിതനായ ഒരാൾക്കെതിരെടുത്തിട്ടുള്ളത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ MLA ആയിട്ട് നടക്കുന്നുണ്ട്. കൊല്ലമാണ് സ്വദേശം. കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. ബലാത്സംഗ കേസാണ്. ഇന്ന് വരെ ഒരു നടപടി ആ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ CPM അല്ല, കോൺഗ്രസ് ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെയാണ് പാർട്ടിയിൽ നിന്നും ഒരു MLA ആണ് പുറത്താക്കിയിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. MV ഗോവിന്ദ മാഷോട് ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, മുൻ MLA ആണ്, CPMൻ്റെ നേതാവാണ്, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ നിങ്ങളോട് പറഞ്ഞ എന്താ പറഞ്ഞത്? ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ എന്തിനാ നടപടി? അയാളിപ്പോൾ പാർട്ടി യോഗത്തിനൊന്നും വരുന്നില്ലല്ലോ എന്നാണ്. ഇതാണ് CPM. കോൺഗ്രസ് നേരെ തിരിച്ചാണ്. അത് തന്നെയാണ് ഈ പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും എന്നും അഭിമാനമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി സംസാരിച്ചപ്പോൾ, രാഹുൽ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് നിരന്തരമായി സംസാരിച്ചതും ഈ പാർട്ടിയോടുള്ള സ്നേഹമായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഈ പാർട്ടിയുടെ നാഡീനരമ്പായിരുന്നു. ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയായിരുന്നു. ഈ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു. ഈ പാർട്ടിയെ ന്യായങ്ങൾ പറഞ്ഞ് പ്രതിരോധിച്ച വ്യക്തിയായിരുന്നു. ഈ പാർട്ടിയുടെ എല്ലാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് നേരെ ആരോപണങ്ങൾ വന്ന ഉടൻ സസ്പെൻഷൻ. അത് നിയമ നടപടിയിലേക്ക് കടന്നപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. അയാളെ സംരക്ഷിക്കുവാനോ സംരക്ഷിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു നേതാവിന് ആഗ്രഹമുണ്ടോ? ഇല്ല. സംരക്ഷിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അയാളെയല്ല സംരക്ഷിക്കേണ്ടത്, ആ പരാതിക്കാരിയെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇന്ന് മാതൃകയാവുന്നത്. ഗോവിന്ദന് ന്യായീകരണങ്ങൾ പലതും പറയാം. ഗോവിന്ദന് ന്യായീകരണങ്ങൾ, ക്യാപ്സ്യൂളുകൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഗോവിന്ദന് ധാർമ്മികതയില്ല. ഗോവിന്ദന് ഈ പറയുന്ന അന്തസ്സും അഭിമാനവും ലോജിക്കും മൊറാലിറ്റിയും ഒന്നും ഗോവിന്ദന് വിഷയമല്ല. ഗോവിന്ദന് പിന്നെന്താ വിഷയം? ഗോവിന്ദന് എല്ലാം ഭൗതികതയാണ്. ഭൗതികത മാത്രം എന്ന് പറഞ്ഞാൽ പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ പറയുന്ന പേരുകൾ അതിലും വലിയ അപകടം പിടിച്ച പേരുകളാണ്. അവരെ പുറത്താക്കാനാണെങ്കിൽ പിന്നെ പാർട്ടി ഉണ്ടാവില്ല. അതാണ് ഗോവിന്ദന്റെ ബോധ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി മൂരാരി ബാബുവിന്റെ പേര് പറഞ്ഞു. ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കൊടഞ്ഞപ്പോ ബാബു വാസുവിന്റെ പേര് പറഞ്ഞു. വാസുവിനെ കൊടയേണ്ടി വന്നില്ല, കാരണം അത്രത്തോളം അവശതയാ പ്രായം കാരണം. അപ്പൊ വാസുവിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോ തന്നെ തത്ത പറയും പോലെ വാസു പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞതാണ് പത്മകുമാറിന്റെ പേര്. പത്മകുമാറിനെ കൊടഞ്ഞാൽ പത്മകുമാർ പറയുന്നത് വലിയ വലിയ പേരുകളാ, വമ്പൻ സ്രാവുകളാണ് പത്മകുമാറിന്റെ വലയിലുള്ളത്. അപ്പോ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ ഈ വമ്പൻ സ്രാവുകൾക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരും. നടപടിയെടുത്താൽ ഉറപ്പായിട്ടും പത്മകുമാർ പറയില്ല എന്ന് കരുതിയ പല പേരുകളും പത്മകുമാർ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടപടിയെടുക്കാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ഉണ്ടാവില്ല. കാരണം പിന്നെ നടപടിയെടുക്കാൻ ആളുകൾ ഉണ്ടാവണ്ടേ? എല്ലാം ജയിലിലായി കഴിഞ്ഞാൽ ആര് നടപടിയെടുക്കും? ദൈവതുല്യനാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ആ ദൈവതുല്യനാണ് പത്മകുമാർ ജയിലിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഇതിൽ ദൈവതുല്യന്റെ കൈകൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പത്മകുമാർ മാധ്യമങ്ങളോട് ചോദിച്ചത്. അപ്പോ ഗോവിന്ദന് ന്യായീകരണങ്ങൾ പലതുമാകാം. പക്ഷേ കോൺഗ്രസിനെ പോലെ മാതൃകയാവാൻ
നിങ്ങളെ കൊണ്ട് സാധിക്കില്ല മക്കളെ. അത് തന്നെയാണ് ഇപ്പോഴത്തെ വിഷയവും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിവാദം അത് കോൺഗ്രസിന് വലിയ അനുഗ്രഹമായി എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് അവരുടെ പ്രതിച്ഛായ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ആ പ്രതിച്ഛായ ശക്തിപ്പെടുത്താൻ, മെച്ചപ്പെടുത്താനെന്ന് ഞാൻ പറയുന്നില്ല, ആ പ്രതിച്ഛായ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ, ജനങ്ങൾക്കൊപ്പമാണ് പാർട്ടി എന്ന് പറയാൻ, ഏത് വലിയ കൊമ്പനാണെങ്കിലും ആരോപണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും അവനെ എടുത്ത് പുറത്തിടുമെന്ന് ഉറപ്പോടെ പറയാൻ, നട്ടലോടെ പറയാൻ, ആത്മാഭിമാനത്തോടെ പറയാൻ, ആർജവത്തോടെ പറയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, പറയല്ല, ചെയ്ത് കാണിച്ചു. അത് തന്നെയാണ് വി.ഡി. സതീശൻ ഇപ്പൊ പല ആവർത്തിയായിട്ട് പറയുന്നത്, എനിക്കെന്റെ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ സഹായകമായി എന്നുള്ളതാണ്. കാരണം പാർട്ടി നടപടിയെടുത്ത് അയാളെ പുറത്താക്കിയതോടുകൂടി ഈ ശബരിമല വിഷയം, അയ്യന്റെ പൊന്നുകെട്ട കൊള്ളക്കാര് മുരാരി ബാബു, വാസു, പത്മകുമാർ, പിന്നെ പത്മകുമാർ പറഞ്ഞ പേരും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു വിടാൻ, അത് കേരളത്തിന്റെ സമൂഹത്തോട് തുറന്ന് പറയാൻ, അത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു വഴിയായി അല്ലെങ്കിൽ സാഹചര്യമായി, അവസരമായി മാറി എന്നുള്ളതാണ്. ഇന്നിപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം എന്താണ് പറയുന്നത് എന്താ? അവർ ചർച്ച ചെയ്യുന്നത് എന്താ? അവരാരെങ്കിലും രാഹുൽ മാങ്കൂട്ടം വിഷയമാണോ ചർച്ച ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ തലക്കെട്ടുകൾ നൽകി, വലിയ വാർത്തകൾ നൽകി പടച്ചു വിടുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളിൽ മാത്രമാണ്. കേരളത്തിന്റെ പൊതുസമൂഹം അന്യോന്യം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? അത് ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ടതാണ്. ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചു മാറ്റിയതാണ്. ചെമ്പുപാളികൾ ഈ പറയുന്ന ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ആ പറയുന്ന അതിന് അറ്റകുറ്റപ്പണി നടത്താനെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് പിന്നെ തിരിച്ചെത്തിച്ചത് ചെമ്പുപാളികളാണ്. അങ്ങനെ ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചത് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് വല്ലാതെ ചർച്ച ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ CPM രാഹുലിനെ ക്രൂശിക്കാനും രാഹുലിനെ വേട്ടയാടുവാനും രാഹുൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും അത് ഇന്ന് CPM-ന് തിരിച്ചടിയാവുന്നു. ഇന്ന് നമ്മൾ കുറച്ചു നേരത്തെ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചതാണ്. ഈ പറഞ്ഞ കോൺഗ്രസിന് നേരെ തിരിഞ്ഞ ക്യാമറകൾ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് CPM-ന് നേരെ തിരിഞ്ഞിരിക്കുന്നു, ഗോവിന്ദന് നേരെ തിരിഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന പിണറായി വിജയന് നേരെ തിരിഞ്ഞിരിക്കുന്നു, ശബരിമലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ശബരിമലയിലെ സ്വർണ്ണപാളികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ദ്വാരപാലക ശില്പങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അയ്യന്റെ പൊന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, സന്നിധാനത്തേക്കും ഈ പറയുന്ന 18-ാം പടിയിലേക്കും തിരിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ CPM എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല. എന്ത് ചർച്ച ചെയ്യരുത് എന്ന് അവർ ആഗ്രഹിച്ചോ അത് പൊതുജനം ചർച്ച ചെയ്യുന്നു. എന്താണോ പൊതുജനം ചർച്ച ചെയ്യേണ്ടത് എന്ന് അവരാഗ്രഹിച്ചോ അത് പൊതുജനം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് വളരെ വ്യക്തമായ, മാതൃകാപരമായ, വളരെ മൊറാലിറ്റിയുള്ള, കമ്മിറ്റ്മെന്റുള്ള, ഈ പൊതുസമൂഹത്തോട് വളരെ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. ഇന്നിപ്പോ നിങ്ങൾ രാവിലെയും കേട്ടു, ഈ പറയുന്ന ശിവൻകുട്ടി അടക്കമുള്ളവരോട് മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ കോടതി പറയട്ടെ എന്നാണ് പറയുന്നത്. ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നു അയാൾ പാർട്ടിയിൽ അംഗമല്ല എന്ന്. മുകേഷിനെ കുറിച്ച് ശിവൻകുട്ടിയോട് ചോദിക്കുമ്പോൾ ശിവൻകുട്ടി പറയുന്നു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരും രാജിവെക്കേണ്ട, കോടതി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. അതാണ് ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത്, ഈ പോക്ക് പോയാൽ അടുത്ത തവണ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ആ ഗോവിന്ദൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അവിടെ മുകേഷിനെ മന്ത്രിയാക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ പറയുന്നത് മുകേഷിനെതിരെ നടപടിയെടുക്കുകയല്ല, മുകേഷിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഏതുപോലെ പി ശശി, കണ്ണൂരുണ്ടായ പി ശശി പീഡന കേസ് വന്നപ്പോ പി ശശി എന്തായി? പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി. മണ്ണാർക്കാടുണ്ടായിരുന്ന PK ശശി ആരോപണം വന്നപ്പോ അത് ആ പരാതി കിട്ടിയപ്പോ ആ പരാതി AKG സെന്ററിന്റെ അട്ടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് PK ശശിയെ പിടിച്ച് KTDCയുടെ ചെയർമാനാക്കി. ആര്? പാർട്ടി, ഗോവിന്ദൻ. അതാണ് ചെയ്തത്. അതുപോലെ തന്നെ മുകേഷിനെയും അടുത്ത മന്ത്രിയാക്കാനാണ്
ഗോവിന്ദന്റെ തീരുമാനം. ആഹാ ഹാ ഹാ ഹാ, എന്താ ഒരു മാതൃക, എന്താ ഒരു ധാർമ്മികത ഇങ്ങനെ AKG സെന്ററിന്റെ മുകളിലൂടെ അതിന്റെ ടെറസ്, അതിന്റെ മേൽക്കൂര തകർത്തിട്ട് മേൽക്കൂരയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് ധാർമ്മികത. AKG സെന്ററിന് ചുറ്റും ഇപ്പൊ ധാർമ്മികതയിൽ മുങ്ങി നിൽക്കുകയാണ്. ധാർമ്മികത ഇങ്ങനെ നിറഞ്ഞിട്ട് AKG സെന്ററിനകത്ത് നിറഞ്ഞിട്ട് ഇനിയും സ്ഥലമില്ലാതെ അവസാനം ആ ധാർമ്മികത AKG സെന്ററിന്റെ മേൽക്കൂര തകർത്തു. എന്നിട്ട് അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. AKG സെന്ററിന് ചുറ്റും ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണാൻ കഴിയില്ല, അവിടെ നമുക്ക് MV ഗോവിന്ദനെ കാണാൻ കഴിയില്ല, അവിടെ നമുക്ക് സഖാക്കളെ കാണാൻ കഴിയില്ല, അവിടെ നമുക്ക് അടിമകളെ കാണാൻ കഴിയില്ല, അവിടെ നമുക്ക് അന്തംഗമ്യ അടിമകളെ കാണാൻ കഴിയില്ല, അവിടെ നമുക്ക് സൈബർ ക്രിമിനലുകളെ കാണാൻ കഴിയില്ല. അവിടെ നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് വെറും ധാർമ്മികത മാത്രമാണ്. ധാർമ്മികത ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് AKG സെന്ററിന്റെ പരിസര പ്രദേശങ്ങളിൽ.